ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഇതുവരെ കണ്ടെത്തിയ സ്വർണ്ണപ്പാളിയിലെയോ വാതിൽപ്പളിയിലെയോ അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയോ സ്വർണം മാത്രമല്ല കളവ് പോയിട്ടുള്ളതെന്നും അതിനേക്കാൾ കൂടുതൽ സ്വർണങ്ങൾ സ്വർണ്ണപ്രഭയിലെയും പ്രഭാമണ്ഡലത്തിലെയും അതുപോലെ വ്യാളി രൂപത്തിലെയും ശിവരൂപത്തിലെയും ഒക്കെ സ്വർണം കളവ് പോയിട്ടുണ്ടെന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ 490 ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻ അവരുടെ പണിക്കൂലിയായി എടുത്തുവെന്ന് കരുതപ്പെടുന്ന 103 ഗ്രാം സ്വർണമോ മാത്രമല്ല ശബരിമലയിൽ നിന്നും കളവ് പോയത്. ശബരിമലയിലെ ശ്രീകോവിലിലെ എവിടെയൊക്കെ സ്വർണം പതിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ഇപ്പോൾ ഇതാ ആ കണ്ടെത്തൽ റിപ്പോർട്ട് രൂപത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിൽ നിന്നും കളവ് പോയിട്ടുള്ള സ്വർണത്തിന്റെ അളവ് കണ്ടെത്തണമെങ്കിൽ വിശദമായ പരിശോധന ഇനിയും ആവശ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേവലം ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലൂടെയോ ചോദ്യം ചെയ്യലിലൂടെയോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം ആണയിട്ട് പറയുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ടിലൂടെ സമർപ്പിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ ശ്രീകോവിലിലെ വാതിൽപ്പടിക്ക് മുകളിലുള്ള ശിവരൂപം, ആ ശിവരൂപം ഏറ്റവും പവിത്രമായതാണ്. അതുപോലെ വ്യാളി രൂപങ്ങൾ, ആ വ്യാളി രൂപങ്ങളൊക്കെ തന്നെ തനി തങ്കത്തിൽ നിർമ്മിച്ചതാണ്. ഈ വ്യാളി രൂപങ്ങളും ശിവരൂപങ്ങളും അതുപോലെ ദീപപ്രഭയും അടക്കമുള്ളവ ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചു. അവിടെ നിന്ന് 7 പാളിയുള്ള ദീപപ്രഭയിലെ 7 പാളിയും ഉരുക്കിയെടുത്തു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം, കിലോ കണക്കിന് രൂപയുടെ സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും ഇതിനകം തന്നെ കള്ളന്മാർ, സ്വർണ്ണക്കൊള്ളക്കാരന്മാർ കട്ടുമുടിച്ചു. ആ സ്വർണം പോയത് ആരിലേക്കാണ്? ഇതിന്റെ ഒരു ചെറിയ പങ്ക് മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും അതുപോലെ ജുവലറി ഉടമ ഗോവർദ്ധനിൽ നിന്നും കണ്ടെത്തിയത് ചെറിയൊരു ഭാഗം മാത്രമാണ്. സ്വർണ്ണക്കൊള്ളയിലെ കൊള്ള മുതലിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. സിംഹഭാഗവും ഇപ്പോഴും എവിടെയാണെന്നത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിൽ ചെറിയ തോതിലുള്ള കൊള്ളയ്ക്കല്ല ഇവർ ശ്രമിച്ചത്. ശബരിമലയിലെ ശ്രീകോവിലിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ട്. കേവലം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിലെ ചെറിയ മീനുകളാണ്. വമ്പൻ തിമിംഗലങ്ങൾ ഇപ്പോഴും കർട്ടന് പുറകിൽ ഒളിച്ചിരിക്കുന്നു. ഉന്നതന്മാരിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചത് ഏറ്റവും ശരിയായ കാര്യമാണ്. ഇതിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ഭരണസ്ഥിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണത്തലപ്പത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഉറപ്പാണ്. കേവലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് കമ്മീഷണർക്കോ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മാത്രമായി ശബരിമലയിലെ ഈ സ്വർണം കൊള്ള ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് ഒത്താശ ചെയ്യുന്ന വലിയ ഒരു അധികാര കേന്ദ്രങ്ങൾ അവർക്ക് പിൻബലമായി ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ പിൻബലം നൽകിയിട്ടുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ആ വമ്പന്മാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അന്വേഷണ സംഘം ഉത്തരം നൽകിയേ തീരൂ. അതിനിടയിലാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചുകൊണ്ട് ഈ കേസിന്റെ മെറിറ്റിൽ നിന്നും വഴിതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള എന്ത് ബന്ധമാണുള്ളത് എന്ന് കണ്ടെത്തുകയാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യമെന്നായിരുന്നു മാധ്യമ വാർത്തകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശുമായി സോണിയാഗാന്ധിയുടെ ഡൽഹിയുടെ വസതിയിൽ നിൽക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഇന്ന് അടൂർ പ്രകാശ് ഇതേക്കുറിച്ച് ചില ആരോപണങ്ങളുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി P. ശശിയുടെ താല്പര്യപ്രകാരമാണ് ഇത്തരം ചില വാർത്തകൾ പുറത്തു വന്നത്. തന്നെ ആദ്യം തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടില്ല, തന്നെ SIT സംഘം ബന്ധപ്പെട്ടിട്ടില്ല.
എന്നാൽ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള ചില വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വരികയാണ്. അതിന് പിന്നിൽ CPM-ന്റെ നേതാക്കന്മാരാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്ന അതിഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഉന്നയിക്കുന്നു. ഇതിന് പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയുകയാണ്. അടൂർ പ്രകാശിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും തൻ്റെ ഓഫീസിൽ ഒരു പങ്കുമില്ല എന്നും തൻ്റെ ഓഫീസ് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. അതുമാത്രവുമല്ല, ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്ന് കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ്. ഈ മഹാകള്ളന്മാർക്ക്, മഹാ തട്ടിപ്പുകാർക്ക് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റാൻ പറ്റി? അപ്പോൾ ആദ്യം ഇതിന് ഉത്തരം പറയേണ്ടത് അടൂർ പ്രകാശും കോൺഗ്രസ്സുകാരുമാണ് എന്ന രാഷ്ട്രീയ ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയിലെ വ്യാപ്തി കൂടുതൽ വെളിവായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ കൊള്ളയുടെ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. രാഷ്ട്രീയ തലത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. അന്വേഷണം ഉന്നതന്മാരിലേക്ക് എത്തരുത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്നെ CPM-ന്റെ അടിവേരിളങ്ങിയിരിക്കുന്നു. AKI സെന്ററിൽ നിലവിളികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയും അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അന്വേഷണം മുന്നോട്ട് പോകരുത്. ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും UDF കൺവീനറുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഹൈക്കോടതിയുടെ കൃത്യമായ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ പിണറായി വിജയന്റെ കീഴിലുള്ള, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേവലം ഒരു SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. CBI അന്വേഷണം വന്നാൽ മാത്രമേ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ അഴിക്കുള്ളിലാവുകയുള്ളൂ എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിലേക്ക് തന്നെയാണ്. CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമോ? CBI അന്വേഷണത്തിന് കോടതിയുടെ നിർദ്ദേശമുണ്ടാകുമോ? CBI അന്വേഷണത്തിന് കോടതി ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായി ഇപ്പോൾ ഉയരുന്നത്.